നമസ്കാരം. ട്രിവാൻഡ്രം എന്ന പ്രദേശം ഇന്ത്യയും ലോകം മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല, ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ശ്രദ്ധിക്കപ്പെട്ട ദിവസമായിരിക്കും ഇന്നലെ. ട്രിവാൻഡ്രം സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ദേശീയ തലത്തിലുള്ള പല ഓഫീസുകളും പല ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ വന്ന ദിവസമായിരുന്നു ഇന്നലെ. ഒരുപാട് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വാർത്തകൾ ഇനിയുള്ള ദിവസങ്ങളിൽ വരാം, അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാപനങ്ങൾ എന്നിവയെ സംബന്ധിച്ചുള്ള വാർത്തകൾ വരാം. ഇപ്പോൾ തന്നെ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ എക്സ്പാൻഷൻ്റെ വാർത്തകൾ വന്നു കഴിഞ്ഞു. ഇവിടെ സെയിലിംഗ് കമന്ററിയുടെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു വിവരം കൈമാറി. I got an informal confirmation that they are seriously considering a dash office. ഞാൻ ആ ഡാഷ് വിടുന്നത് ചിലപ്പോൾ അത് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാകുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ കൂടുതൽ ഷെയർ ചെയ്യപ്പെടാതിരിക്കാനാണ്. എന്തായാലും ആഗോളതലത്തിലുള്ള ഒരു ഷിപ്പിങ്ങിൻ്റെ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ഓഫീസ്, ആഗോള ഓഫീസ്, അതിൻ്റെ ബ്രാഞ്ച് ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നതിനെ കുറിച്ച് അവർ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഐ ഗോട്ട് എൻ ഇൻഫോർമൽ കൺഫർമേഷൻ ദാറ്റ് ദേ ആർ സീരിയസ്ലി കൺസിഡറിങ് എ ഡാഷ് ഓഫീസ് അറ്റ് ട്രിവാൻഡ്രം. മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് വിൽ ബി എ സ്മോൾ സെറ്റപ്പ് ഇനിഷ്യലി. ഫോർമൽ കൺഫർമേഷൻ ഈസ് യെറ്റ് ടു കം. ഏകദേശം ഒരു ധാരണയായിട്ടേ ഉള്ളൂ, കൺഫർമേഷൻ ആയിട്ടില്ല. എന്നാൽ തന്നെയും തിരുവനന്തപുരം, ട്രിവാൻഡ്രം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനം നേടിക്കഴിഞ്ഞു. കപ്പൽ മേഖലയുമായി ബന്ധപ്പെട്ട ആഗോള സ്ഥാപനങ്ങളുടെ റഡാറിൽ നമ്മുടെ നഗരം വന്നു കഴിഞ്ഞു. ഓർമ്മകളിൽ മറക്കാൻ കഴിയാത്തൊരു സംഭവമുണ്ട്. ഇതും സെയിലിംഗ് കമന്ററിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് മിക്കവാറും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ വിശദമായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് സംശയം. വിമാക്കിന്റെ പ്രവർത്തനത്തിൽ ഒരു കാലത്തും ഞങ്ങളൊരു ഹാൾ വാടകയ്ക്കെടുത്ത് പണം കൊടുത്ത് യോഗം നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിമാക്കിന്റെ ഈ പ്രവർത്തനങ്ങളെ ആരെങ്കിലും വളരെ ഗവേഷണ നിരീക്ഷണ ബുദ്ധിയോടെ പഠിക്കേണ്ടതാണ്. എങ്ങനെയാണ് കാൽ കാശിന്റെ വരുമാനമില്ലാത്തൊരു സംഘടന 30 കൊല്ലക്കാലത്തോളം നിരന്തരം പ്രവർത്തിച്ച് ഇത്രയും വലിയ ബൃഹത്തായ ഒരു പദ്ധതി കൊണ്ടുവന്നതെന്ന് ആരെങ്കിലുമൊക്കെ പഠിക്കണം. ഞങ്ങളുടെ യോഗങ്ങൾ മിക്കവാറും, ഞങ്ങൾക്കൊന്നും ഓൺലൈൻ ഒന്നും ഇല്ലല്ലോ, ഇന്ന് വളരെ എളുപ്പത്തിൽ ഓൺലൈൻ യോഗങ്ങളെല്ലാം കൂടാൻ പറ്റും. ഞങ്ങൾക്കെല്ലാം ഫിസിക്കൽ യോഗങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ പല യോഗങ്ങളും സർക്കാർ സ്കൂളുകളിലാണ് യോഗങ്ങൾ നടക്കുന്നത്. ബെഞ്ച് വലിച്ചിട്ട് ഞങ്ങൾ ഇരിക്കും. ഏതെങ്കിലും അധ്യാപകരായിരിക്കും അത് ഒരുക്കി തരുന്നത്. ആ സൗകര്യം ഞങ്ങൾ വേറെ ഒന്നും നോക്കാറില്ലല്ലോ. കറണ്ട് പോലും ഇല്ല, ഫാനോ കറണ്ടോ ഒന്നും ഇല്ലാത്ത സർക്കാർ സ്കൂളിലെ ബെഞ്ചിലിരുന്നാണ് മിക്കവാറും പൊതുയോഗങ്ങൾ. കമ്മിറ്റി മീറ്റിംഗ് എല്ലാം 5 പേരും 6 പേരും 7 പേരും വിമാക്കിന്റെ ഓഫീസിൽ തന്നെ ഇരുന്ന് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു പൊതുയോഗം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 20 പേര് 30 പേര് ഒക്കെ വരാറുണ്ട്. അപ്പൊ അവർക്കെല്ലാം വരാൻ പറ്റുന്ന തരത്തിൽ മിക്കവാറും സ്റ്റാച്യു പരിസരത്തായിരിക്കും ഏതെങ്കിലും ഒരു വെന്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഈ വെന്യൂവിന്റെ കൂട്ടത്തിൽ ചിലപ്പോ നമുക്ക് നന്ദിയോടെ ഓർക്കേണ്ടി വരുന്നതാണ് കേരള ഹൗസ് ഹോട്ടൽ റെസ്റ്റോറന്റ്. അവരുടെ ഹാൾ പലപ്പോഴും നമുക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ശ്രീ കുഞ്ചപ്പൻ വളരെയധികം താല്പര്യമുള്ളതായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു പോയി. അദ്ദേഹം ചായയും വടയും കൂടെ തരുമായിരുന്നു. പിന്നെ ഒരു ഘട്ടത്തിൽ ഈ ജനപക്ഷത്തിൽ നിന്ന് വിമാക് രൂപം കൊള്ളുന്ന ഒരു യോഗം നടക്കുന്നത് പദ്ധതിയെ പിൽക്കാലത്ത് എതിർത്തു തോൽപ്പിക്കാൻ 140 ദിവസത്തോളം സമരം സംഘടിപ്പിച്ച തിരുവനന്തപുരം ലത്തീൻ രൂപത, അവരുടെ ഹെഡ് ഓഫീസ്, അവരുടെ ആസ്ഥാനമായ വെള്ളയമ്പലത്ത് ഞങ്ങൾക്കൊരു മേൽവിലാസവും ഒരു ഹാളും അനുവദിച്ചു. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ വന്ന് യോഗം കൂടാമെന്നുള്ള ഒരു അനുമതിയും നൽകിയിരുന്നു. പിൽക്കാലത്ത് ഇതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. അതിന്റെയൊക്കെ രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ വിലാസം ഉപയോഗിച്ച ലെറ്റർ ഹെഡ് അടിച്ചതും സീൽ ഉണ്ടാക്കിയതും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അപ്പോൾ സൗജന്യമായി അവിടെയും യോഗം കൂടിയിട്ടുണ്ട്. പിന്നെ ഓർമ്മ വരുന്നത് സിറ്റി സ്കൂളാണ്. PMGക്ക് അടുത്തുള്ള ഒരു സ്കൂളിലാണ് ഞങ്ങൾ ചില പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തുന്നത്. കാരണം അവിടുത്തെ സ്കൂളും ഞങ്ങളുടെ ഇതിന് തരുമായിരുന്നു. ഇതിൽ ഏറ്റവും ഓർമ്മിക്കാനുള്ളതും രസകരവുമായ ഒരു സംഭവം നടന്നത് സ്റ്റാച്യുവിൽ, തിരുവനന്തപുരത്തെ സ്റ്റാച്യുവിലുള്ള ഒരു ഹോട്ടലിൽ ഞങ്ങൾ ഒരു യോഗം ചേർന്നു. അതിന്റെ പ്രൊമോട്ടർ അല്ലെങ്കിൽ അതിന്റെ MD
ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ആ ഹോട്ടലിൽ നൽകി. യോഗം ചേരാനുള്ള എല്ലാ സൗകര്യവും നൽകി. അദ്ദേഹം ആ യോഗത്തിൽ, ഞാൻ പേര് പറയുന്നില്ല, ഹോട്ടലിന്റെ പേരും പറയുന്നില്ല, കാരണം അങ്ങനെ അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ നല്ല മനസ്സിനെ കുറിച്ച് നമ്മൾ ഓർത്തേ പറ്റുകയുള്ളൂ. അങ്ങനെ ആ ഹോട്ടലിൽ യോഗം കൂടി ഒരു 10, 25, 30 പേരൊക്കെ ഉണ്ടായിരിക്കും. ആ യോഗം നടക്കുമ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ഒരു ചായയും ഒരു ബിസ്ക്കറ്റോ അങ്ങനെ എന്തോ കഴിക്കാൻ, വൈകുന്നേരമാണല്ലോ മിക്കവാറും യോഗം നടക്കുന്ന വൈകുന്നേരങ്ങളിലാണ്, അങ്ങനെ അത് കഴിക്കാൻ നൽകി. അങ്ങനെ ആ യോഗത്തിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, വിമാക്കിന് തുടർന്ന് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഏത് യോഗത്തിനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ ഹാൾ ഉപയോഗിക്കാം, ഒരു ചായയും ഒരു കടിയും നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾക്ക് മിക്കവാറും മാസത്തിൽ 2 മാസത്തിൽ 3 മാസത്തിൽ ഒരിക്കലായിരിക്കും ഒരു യോഗം നടക്കുന്നത്. എല്ലാ മാസവും അടിയന്തര യോഗവും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഒന്നും ഞങ്ങൾക്കില്ല. അങ്ങനെ അടുത്ത ഒരു യോഗം ആലോചിച്ചപ്പോൾ എല്ലാവർക്കും വരാൻ സൗകര്യം സ്റ്റാച്യു ആണ്. കാരണം നഗരത്തിന്റെ പല ഭാഗത്തുനിന്നും ഒക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം സ്റ്റാച്യു ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്റ്റാച്യു തന്നെ തിരഞ്ഞെടുക്കും. അങ്ങനെ ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആ ഹോട്ടലിൽ അടുത്ത ഒരു യോഗം വൈകുന്നേരം ഉണ്ട് എന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഞങ്ങൾ 10, 20, 25 പേര് വീണ്ടും ആ ഹോട്ടലിൽ അവരെല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഞങ്ങൾ യോഗം നടത്തി. ചായയും വടയോ എന്തോ കഴിക്കാനോ ഒക്കെ ഉണ്ട്. കട്ടൻ കാപ്പിയും പരിപ്പുവടയൊന്നുമല്ല, ഞങ്ങൾക്ക് ചായയോ കാപ്പിയോ അതുപോലെ ഉഴുന്നുവടയോ അങ്ങനെ എന്തൊക്കെയാണ്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞ് യോഗവും കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ ബില്ല് കൊണ്ടുവന്നു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ബില്ലൊന്നുമില്ല, സൗജന്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് യോഗം ചേരാം എന്ന് പറഞ്ഞത് മുതലാക്കാൻ ഞങ്ങൾ ആഴ്ചതോറും യോഗം സംഘടിപ്പിച്ചില്ല. അന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് ഒരു 3 മാസമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഈ ടെൻഡറുകളെല്ലാം പരാജയപ്പെടുന്നു, പ്രോജക്റ്റ് നടപ്പാകുന്നില്ല, ഒന്നുമില്ല, ആരുമില്ല എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ കൂടുകയാണ്. അപ്പോൾ പ്രൊജക്ടിന് വേഗത കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, എന്ത് ആലോചന നടത്തണം എന്നതിനു വേണ്ടിയൊക്കെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആളുകളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം അവരുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ബസ്സിൽ കയറി പെട്രോൾ അടിച്ച് ബൈക്കിലും സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് വന്നാണ് യോഗം കൂടുന്നത്. TIDA ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്കൊരു പൈസയുമില്ല. അപ്പൊ 3 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ആ ഹോട്ടലിൽ പോവില്ല. കാരണം നമുക്കറിയാം നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല ഹോട്ടൽ. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിറങ്ങുമ്പോൾ അദ്ദേഹം ബില്ല് കൊണ്ട് തോന്നുന്നു. ഏകദേശം 3000 മറ്റോ ആണ് ഹാൾ വാടകയും മറ്റതെല്ലാം കൂടെ. ഞങ്ങൾ പരസ്പരം നോക്കുകയാണ് എന്ത് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പ് തന്ന ഉടമസ്ഥൻ, ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിക്കുകയാണ്. മൊബൈലൊക്കെ ഉണ്ട്, ആ സമയത്ത് മൊബൈലുണ്ട്. ഞാൻ ഉടനെ അദ്ദേഹത്തെ വിളിക്കുകയാണ്. റിങ് പോകുന്നതല്ലാതെ അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നില്ല. പലതവണ വിളിച്ചു, അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എനിക്കെന്തോ പന്തികേട് മനസ്സിലായി. എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഞങ്ങളുടെയിലാണെങ്കിൽ വല്ല 50 രൂപയോ 100 രൂപയോ ഒക്കെ കാണും ഓരോരുത്തരുടെ കയ്യിൽ. 3000 രൂപ എവിടെ നിന്ന് കൊടുക്കാനാണ്? അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിച്ച് നടക്കുന്ന കണ്ടിട്ട് യോഗത്തിന് വന്ന ഒരാൾ, അദ്ദേഹം അന്ന് ദുബായിലെങ്ങാണ്ടായിരുന്നു, അദ്ദേഹം വന്ന് ചോദിച്ചു എന്താണ് കാര്യം. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, പുഷ്പം ക്ലീറ്റസ് എന്ന് പറയുന്ന പുതിയതുറ സ്വദേശിയാണ്. അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം വന്ന് ചോദിച്ചു എന്താണ് പ്രശ്നം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, സൗജന്യമാണെന്ന് കരുതിയാണ് ഞങ്ങൾ ഇവിടെ ഹാൾ എടുത്ത് യോഗം ചേർന്നത്. ഇപ്പോൾ അവർ ബില്ല് കൊണ്ട് തന്നിരിക്കുന്നത് ഇത്രയാണ് തുക. അപ്പോൾ ഒരു നിമിഷം അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞ ബില്ലിങ് തരാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൊടുത്തു. ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി ബില്ലടച്ച് ഞങ്ങളെ ഈ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഇല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും അറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ ഈ ഹോട്ടൽ ഉടമയെ ഒന്നുകൂടി വിളിച്ചു. നിങ്ങളുടെ ഉറപ്പ് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ യോഗം ചേർന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ ഒരിക്കലും വരില്ല. കാരണം ഞങ്ങൾക്കറിയാം ആ ഹോട്ടലിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് എക്സ്പെൻസീവ് ഹോട്ടലാണ്, ഞങ്ങൾ വരില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അന്ന് പറയുമ്പോൾ അതിന്റെ ഉടമസ്ഥതയിൽ എനിക്ക് വലിയ പങ്കുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സ്ഥാനമൊക്കെ വിട്ടു. ഞങ്ങളുടെ പാർട്ടീഷൻ അതുപോലെ എന്തോ കഴിഞ്ഞപ്പോൾ എനിക്ക് ഹോട്ടലിൽ ഒരു പങ്കുമില്ല. അതുകൊണ്ട് എനിക്ക് ദയവേത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയതിൽ വിഷമമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ നമ്മുടെ തുറമുഖം യാഥാർത്ഥ്യമായി കപ്പലുകൾ ഇങ്ങനെ മത്സരിച്ചു വരുന്നു. പുതിയ ഘട്ടങ്ങളിലോട്ട് നീളുമ്പോൾ ഇത്തരം ദുർഘട സന്ധികളിലൂടെയൊക്കെയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ നേടിയെടുത്തത് എന്ന് പുതിയ തലമുറയിൽ ചിലരെങ്കിലും ഓർത്തിരിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങൾ ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നത്.